ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ നിൽക്കുന്ന ദീമോളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ ജഗന്റെ അച്ഛനെതിരെ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. അച്ഛന് വന്ദനെ വിശ്വാസമില്ലെങ്കിലും വന്ദന പറയുന്നത് എനിക്ക് വിശ്വാസമാണ്. അച്ഛൻ വാ, വന്ദനയും കൂട്ടി നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത്. ജീവിതമല്ല, ജീവിതത്തിന്റെ കയ്പ്. എന്താ വന്ദന നീ ഇങ്ങനെ? ജഗന്റെ അച്ഛന് ജഗൻ ഇവിടെ നിൽക്കുന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കിപ്പോ അച്ഛമ്മയെ തനിച്ചാക്കി ജഗന്റെ വീട്ടിലേക്ക് വരാനും പറ്റാത്ത അവസ്ഥയാണ്. അവിടുത്തെ അമ്മ എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. വന്ദനെ, അമ്മ വിളിച്ചത് വന്ദനയുടെ അച്ഛന്റെ അമ്മയുടെ കാര്യം അറിയാൻ തന്നെ ആയിരിക്കും, അല്ലാതെ. ശരിയാണ്, പക്ഷേ ഒരു പക്ഷേയില്ല. ആദ്യം അച്ഛനും അമ്മയും തിരിച്ചു വരട്ടെ, ദേ അതിനുശേഷം തീരുമാനിക്കാം ബാക്കിയൊക്കെ. ജഗ, ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. എന്റെ അച്ഛനമ്മയും അവര് ജീവിച്ചിരിപ്പുണ്ടോ, അതോ ഏയ് വന്ദനെ, എന്താ ഇത് കൊച്ചു പിള്ളേരെ പോലെ? അതെ, പുറത്തൊരു കാറ് വന്നല്ലോ. ആരാണ് നോക്കിയിട്ട് വരാം. ആഹാ, ഇവിടെ പാത്തം പതുങ്ങിന്ന് കുളിസി പിടിക്കാൻ നിൽക്കുവാണോ? എന്നാ പിടിച്ചോ. നാണല്ലടാ നിനക്കൊക്കെ. മര്യാദക്ക് ജീവിക്കുന്നവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞേറി നോക്കുന്നോടാ. എടാടാ, നിനക്കൊന്നും അമ്മമാരൊന്നുമില്ലേ? അവർക്കൊക്കെ എന്തെങ്കിലും പറ്റിയാ നീക്ക് ഇതും തൂക്കി എടുത്തോണ്ട് ഇറങ്ങോടാ. അപ്പൊ പോടാ. എടാ, നിനക്കൊന്നും നാണവും മാനമില്ലേ? പോകാനല്ലടാ പറഞ്ഞ. നിന്നെയൊക്കെ ഇന്നും അച്ഛനായിരുന്നോ? അച്ഛാ, കേറി വച്ച. അച്ഛനെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചതുള്ളൂ. ഞാൻ കാണാൻ വന്നതേ നിന്നെയല്ല, നിന്റെ അച്ഛയാ. വിളിയാടാ അവളെ. അല്ല, എന്താ അച്ഛാ പ്രശ്നം? എവിടെയാ അവള്? വന്ദനേ, അച്ഛാ, എല്ലാം ചെയ്തു വെച്ചിട്ട് കൊച്ചമ്മ അരമനയിൽ ഉണ്ടുറങ്ങിയിരിക്കുകയാണോ? അച്ഛനെപ്പോ വന്നു? കേറിയിരിക്കെ, ഞാൻ ചായ എടുക്കാം. നിന്റെ സൽക്കാരത്തിന് വന്നല്ലേടി ഞാൻ. ആരാടി നിന്റെ അച്ഛൻ? സ്വന്തം തന്തയെ തെരുവിലിറക്കി വിട്ടതുപോലെ ഈ കുറുപ്പിനെ തെരുവിൽ നിർത്തി വിചാരണ ചെയ്യാമെന്നാണോ നിന്റെ വിചാരം? അച്ഛൻ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? അച്ഛനെ തെരുവിൽ നിർത്തി വിചാരണ ചെയ്യാൻ നോക്കിയെന്നോ? ഇവിടെ വന്ദനയുടെ അച്ഛനും അമ്മയും കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞങ്ങളൊക്കെ അവരെ കണ്ടെത്താനുള്ള തിരക്കില്ല. അതിനിടയിൽ അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വന്ദനയ്ക്ക് സമയമില്ല. കൊള്ളാം, അച്ചിക്കൊന്നനെ നീ ഇവളെ സപ്പോർട്ട് ചെയ്യുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ നീ കേട്ടോ, നിന്റെ ഈ നിൽക്കുന്ന നെറികെട്ട ഭാര്യ ഈ കരുണാകര കുറുപ്പിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുക.
പരാതിയോ? നീ കേട്ടിട്ടില്ലേ? പരാതി, പച്ച മലയാളം. ഇവിടെ എന്താ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിച്ചത്? ഇനി പരാതി എന്താണെന്ന് നിനക്കറിയണ്ടേ? സ്ത്രീധന പീഡനം. ഞാൻ എന്റെ മകന്റെ ഭാര്യയായ വന്ദനയെ അവൻ കല്യാണം കഴിച്ച നാൾ മുതൽ സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിക്കുന്നു എന്നാണ് പരാതി. പിന്നെ ഈ 3.5 ചക്രം നിന്നെ വാങ്ങിയിട്ടല്ലേ എനിക്ക് ജീവിക്കാൻ? ഞാൻ അങ്ങനെ ഒരു പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഇതൊന്നും ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാ. പിന്നെ എങ്ങനാടി ആ പോലീസ് സ്റ്റേഷനിൽ നീ ഒപ്പിട്ട പരാതി വന്നത്? ജഗ, ഞാൻ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. എടി 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 നിന്റെ നാട്യമൊക്കെ നീ വേറെ ആരുടെയെങ്കിലും മുന്നിൽ ആടി കാണിച്ചാ മതി. ഈ കുറിപ്പിനോട് വേണ്ട. മോൾക്ക് സുഖാണോ? സുഖ മോളെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാ. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു നാടുണ്ട്. മോൾക്ക് അവിടെ പോണോ? അപ്പൂപ്പൻ മോൾക്ക് ആ ലോകം കാണിച്ചു തരട്ടെ. അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. മര്യാദയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന കള്ളപ്പരാതി പിൻവലിച്ചിരിക്കണം. ഞാൻ ഈ നിമിഷം വരെ അച്ഛനെതിരെ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. ഈ നിൽക്കുന്ന ദീമോളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ ജഗന്റെ അച്ഛനെതിരെ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. അച്ഛന് വന്ദനെ വിശ്വാസമില്ലെങ്കിലും വന്ദന പറയുന്നത് എനിക്ക് വിശ്വാസമാണ്. അച്ഛൻ വാ, വന്ദനയും കൂട്ടി നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. വന്ദനെ വാ. ദീമോൾ അകത്ത് പോയിരുന്ന് പഠിച്ചോ. വന്ദനമ്മ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. വാ. എങ്ങോട്ടാണ് തള്ളി കയറി പോകുന്നത്? നീ നടന്നുകൊണ്ടാ മതി. എനിക്കെതിരെ പരാതി കൊടുത്തിട്ട് എന്റെ വണ്ടി തന്നെ ലിഫ്റ്റ് അടിക്കാന്ന് കരുതിയോ? അതിന് ഈ കുറിപ്പിന്റെ തള്ള ഒന്നുകൂടെ പറയണം. നിനക്കൊന്നും അതിനുള്ള ഭാഗ്യമില്ലല്ലോ. കൊട്ടാ